അപ്പോൾ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 4ാമത്തെ മൊഡ്യൂൾ അവസാനിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൈഡ്രോ ന്യൂമാറ്റിക് സിസ്റ്റം ആണ്. അപ്പോൾ എന്താണ് ഹൈഡ്രോ ന്യൂമാറ്റിക് സിസ്റ്റം എന്നതിലേക്ക് വരാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതായത് ന്യൂമാറ്റിക്സിലാണെങ്കിൽ നമ്മൾ കംപ്രസ്ഡ് എയർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വർക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിന് കംപ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കംപ്രസിബിൾ എയർ ആയതുകൊണ്ട് നമുക്ക് ഒരു ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്, അതായത് നമുക്ക് ഒരു 10 ന്യൂട്ടൺ കിട്ടണം. അപ്പോൾ 10 ന്യൂട്ടൺ ലോഡ് ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എയർ യൂസ് ചെയ്യുമ്പോൾ അത് കംപ്രസിബിൾ ആയതുകൊണ്ട് നമുക്ക് 10 ന്യൂട്ടണിലേക്ക് തന്നെ എത്തണമെന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച ഡിസൈഡ് ലോഡ് എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൊണ്ടുവന്ന സിസ്റ്റമാണ് ഹൈഡ്രോ ന്യൂമാറ്റിക് സിസ്റ്റം. അതായത് ഹൈഡ്രോ ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അതിൽ 2 ടൈപ്പ് ഓഫ് സിലിണ്ടറാണ് കാണപ്പെടുക. ഒരു ഹൈഡ്രോളിക് സിലിണ്ടർ ഉണ്ടായിരിക്കും, അതുപോലെ ന്യൂമാറ്റിക് സിലിണ്ടർ ഉണ്ടായിരിക്കും. സാധാരണ ഹൈഡ്രോളിക് സിലിണ്ടർ ന്യൂമാറ്റിക് സിലിണ്ടറായിട്ട് എന്ത് ചെയ്യും, മാറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ന്യൂമാറ്റിക് സിലിണ്ടർ ഒരു പവർ യൂണിറ്റും, അതുപോലെ ഹൈഡ്രോളിക് സിലിണ്ടർ സാധാരണ ചെക്ക് യൂണിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ആറ്റ് ചെയ്യുക. അങ്ങനെ ഈ കമ്പൈൻഡ് ഫോമിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഹൈഡ്രോ ന്യൂമാറ്റിക് യൂണിറ്റ്. ഓക്കെ. അപ്പോൾ ന്യൂമാറ്റിക് സിസ്റ്റത്തിലാണെങ്കിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഞാൻ പറഞ്ഞ ന്യൂമാറ്റിക് സിലിണ്ടർ എന്താണ് ഹൈഡ്രോളിക് സിലിണ്ടറായിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അതുപോലെ നമ്മുടെ ഡിസൈഡ് ലോഡിലേക്കും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ മെയിനായിട്ട് ഇതിൽ ആദ്യം പഠിക്കേണ്ടത് എയർ ഓയിൽ റിസർവോയർ ആണ്. അപ്പോൾ എയർ ഓയിൽ റിസർവോയറിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. ഒരു സൈഡ് എയർ, ഒരു സൈഡിൽ എന്താണ്, ഓയിലാണ്. അപ്പോൾ എയർ ഓയിൽ റിസർവോയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എയർ പ്രഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈഡ്രോളിക് പ്രഷറായിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. സാധാരണ ഈ എയർ ഓയിൽ റിസർവോയർ ഉണ്ടാക്കുക, ഒരു സിലിണ്ടർ ഉണ്ടായിരിക്കും, ഒരു പിസ്റ്റൺ ഉണ്ടായിരിക്കും. അതിനിടയിൽ എന്ത് ചെയ്യും, ഒരു സ്പേസ് സെപ്പറേറ്റ് ചെയ്യാൻ, ഇതിനെ സെപ്പറേറ്റ് ചെയ്യുക ഒരു സ്പേസ് ഉണ്ടായിരിക്കും. ഇനി ഒരു സൈഡിൽ നിന്ന് എയർ എന്ത് ചെയ്യും, മറ്റേ സൈഡിലേക്ക് ഓയിലിലേക്കാണ് കിടക്കുക. ഇനി സാധാരണ എയർ പ്രഷർ അപ്ലൈ ചെയ്യണ സമയത്ത്, പിസ്റ്റണിലേക്ക് എയർ പ്രഷർ അപ്ലൈ ചെയ്യണ സമയത്ത് എന്താ സംഭവിക്കുക കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യും. പിസ്റ്റൺ ഈക്വൽ വോളിയം ഓഫ് ഓയിലിന് എന്ത് ചെയ്യും, ഒരു സൈഡിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അതുകൊണ്ട് അത് പറയണത് ഇറ്റ് മൂവ്സ് ഡിസ്പ്ലേസിങ് ആൻ ഈക്വൽ വോളിയം ഓഫ് ഓയിൽ അറ്റ് എ ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ മൾട്ടിപ്ലൈ ബൈ ദ ഏരിയ. അതായത് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു എമൗണ്ട് ഓഫ് വോളിയം ഓഫ് ഓയിൽ എന്ത് ചെയ്യും, അത് ഡിസ്പ്ലേസ് ചെയ്യും. ആ ഡിസ്പ്ലേസ് ചെയ്യണ ഓയിൽ എന്ന് പറയണത് ആ ഫോഴ്സ് കൊടുക്കുക, ആ ഡിസ്പ്ലേസ് ചെയ്യുക, ആ വോളിയം ഓഫ് ഓയിൽ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള ഫോഴ്സ് എന്ന് പറയണത് അവിടുത്തെ പ്രഷർ ഇൻറ്റു ഏരിയയ്ക്ക് തുല്യമായിരിക്കും എന്നാണ് പറയണത്. മൾട്ടിപ്ലൈ ബൈ ഏരിയ, ശ്രദ്ധിക്കണം. ഓക്കെ. സാധാരണ ഓയിൽ പ്രാക്ടിക്കലി ഇൻകംപ്രസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്മൂത്ത് സ്പീഡ് അതുപോലെ തന്നെ റെഗുലേറ്റഡ് മോഷനൊക്കെ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യും, യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് എന്ത്, ഓയിൽ റിസർവോയർ ചോദിക്കാറുണ്ട്. അടുത്ത ഭാഗമാണ് കമ്പാരിസൺ ഓഫ് ഹൈഡ്രോളിക്, ന്യൂമാറ്റിക് ആൻഡ് ഹൈഡ്രോ ന്യൂമാറ്റിക് സിസ്റ്റം. ഈ 3 സിസ്റ്റം എന്നുള്ള കമ്പാരിസനാണ്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ ഹൈഡ്രോ ന്യൂമാറ്റിക് ആണ്, രണ്ടാമത്തെ ഹൈഡ്രോളിക് ആണ്, മൂന്നാമത്തെ ന്യൂമാറ്റിക് ആണ്. 16 പോയിൻ്റ് ഉണ്ട്, ഇതിലൊരു 6 പോയിൻ്റ് പഠിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻറ്റ് ടു ഫ്ലക്ച്വേറ്റിംഗ് ലോഡാണ്. ഹൈഡ്രോ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഫ്ലക്ച്വേറ്റിംഗ് ലോഡൊക്കെ എന്ത് ചെയ്യും, റെസിസ്റ്റ് ചെയ്യും. ഹൈഡ്രോളിക് സിസ്റ്റം ആണെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് റെസിസ്റ്റ് ചെയ്യും. അതേസമയം ന്യൂമാറ്റിക് ഇതാണെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് റെസിസ്റ്റൻ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഹൈഡ്രോ ന്യൂമാറ്റിക് സിസ്റ്റം ആണെങ്കിൽ ഹൈ സ്പീഡ് പോസിബിൾ ആണ്. ഇനി ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ സ്പീഡ് ലിമിറ്റഡ് ആണ്. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ വെരി ഹൈ സ്പീഡ് പോസിബിൾ ആണ്. ഇനി ഹൈഡ്രോ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഫീഡ് മൂവ്മെൻറ്റ് എന്താണ്, സൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഹൈഡ്രോളിക് ആണ് വെരി സ്യൂട്ടബിൾ ആണ് ഫീഡ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, മറ്റാണ് ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ അൺസ്യൂട്ടബിൾ ആണ്. അതുപോലെ എന്താണ് 4, 5 അതുപോലെ 6 അതുപോലെ എന്ത് ചെയ്യുക, എയർ സപ്ലൈ നീഡഡ് ആണ്. ചിലത് എയർ ആവശ്യമില്ല, ചിലത് എന്താണ് എയർ സപ്ലൈ നെസസറി ആണ്. ഒരു 6, 7 കമ്പാരിസൺ നിങ്ങൾ പഠിച്ചു വയ്ക്കുകയോ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. അടുത്ത് ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹൈഡ്രോ ന്യൂമാറ്റിക് സിസ്റ്റം ആൻഡ് വാട്ട് ആർ ദ ആപ്ലിക്കേഷൻ ഓഫ് ഹൈഡ്രോ ന്യൂമാറ്റിക് സിസ്റ്റം. ഒരു ഹൈഡ്രോ ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സാധാരണ ഹൈഡ്രോളിക് സിസ്റ്റം ന്യൂമാറ്റിക് സിസ്റ്റത്തിന് കമ്പൈൻഡ് എഫക്റ്റ് ആണ്. അപ്പോൾ രണ്ടിൻ്റെ ഒരു എഫക്റ്റിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യും, വേരിയബിൾ
കോൺസ്റ്റൻറ്റ് ലോഡിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഹൈ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പമ്പിൻ്റെ ആവശ്യമില്ല, നമുക്ക് എന്ത് മതി, റിസർവെയർ മതി. അതുപോലെ തന്നെ സിസ്റ്റം റിജിഡിറ്റി നല്ലതാണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഫീഡ് മൂവ്മെൻറ്റിന് ഇത് ഉപയോഗിക്കാം, മെയിൻ്റനൻസ് ഒക്കെ കുറവാണ്, ഓവറോൾ കോസ്റ്റ് വളരെ കുറവാണ്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ് അല്ല, നമുക്ക് ഇനി ആപ്ലിക്കേഷനാണ് അറിഞ്ഞിരിക്കേണ്ടത്. മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുക ഓട്ടോമൊബൈൽ എലിവേറ്ററിൽ ഉപയോഗിക്കാറുണ്ട്, ഹൈ പ്രഷർ ക്ലാമ്പിംഗ് ഡിവൈസിൽ ഉപയോഗിക്കാറുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ പ്രസ് വർക്കിന് ഉപയോഗിക്കും, മില്ലിംഗ് മെഷീൻ ഉപയോഗിക്കും, പിന്നെ അതുപോലെ തന്നെ മോഡലിംഗ് മെഷീൻ, റിമോട്ട് കൺട്രോൾ ഇൻ മൈനിങ്, അതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു 5-6 പോയിൻ്റ് പഠിക്കുക. അടുത്താണ് അറിഞ്ഞിരിക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ഓഫ് എയർ കൺട്രോൾഡ് ഹൈഡ്രോളിക് വാൽവ്. ഒരു എയർ കൺട്രോൾഡ് ഹൈഡ്രോളിക് വാൽവ് എങ്ങനെയാണ് വർക്ക് ചെയ്യണം, അതിൻ്റെ ഫിഗർ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു FR യൂണിറ്റ്, ലൈൻ 4/2 പില്ലറ്റ് എയർ വാൽവ് കാണാം, പിന്നെ ഒരു ക്യാം റോളർ കാണാം, അതുപോലെ തന്നെ ഡബിൾ ആക്റ്റിംഗ് ഹൈഡ്രോളിക് സിലിണ്ടർ കാണാം, പിന്നെ 4/2 ഹൈഡ്രോളിക് വാൽവ് കാണാം, റിലീഫ് വാൽവ് കാണാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഒരു ക്യാം കാണപ്പെടും. ആ ക്യാമിനെ നമ്മൾ ആക്ച്വേറ്റ് ചെയ്യിപ്പിക്കുക 4/2 എയർ പില്ലറ്റ് വാൽവ് വെച്ചിട്ടാണ്. അങ്ങനെ ക്യാം ആക്ച്വേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 4/2 ഹൈഡ്രോളിക് വാൽവ് വർക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞിരുന്നു 4 പോർട്ട് 2 പൊസിഷൻ, അതാണ് 4/2. ഇനി അപ്പോൾ ഈ 4/2 ഹൈഡ്രോളിക് വാൽവ് എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ആക്റ്റിംഗ് സിലിണ്ടറിനെ എന്ത് ചെയ്യും, ആക്ച്വേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ആക്ച്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും കഴിഞ്ഞാൽ പ്രഷർ റിലീഫ് വാൽവ് എന്ത് ചെയ്യും, ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും, അത് നമ്മൾ എക്സസ് പ്രഷറൊക്കെ വന്നു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലേക്ക് തള്ളിക്കളഞ്ഞ് സർക്യൂട്ടിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എയർ വാൽവിൻ്റെ ക്യാമാണ് സാധാരണ എന്ത് ചെയ്യുക, മെഷീൻ്റെ ഒരു റൊട്ടേറ്റിംഗ് മെമ്പർ എന്ന് പറയാം. എയർ വാൽവ് എന്ത് ചെയ്യും, ക്യാം എന്ത് ചെയ്യും, എയർ വാൽവിനെ ആക്ച്വേറ്റ് ചെയ്യിപ്പിക്കും. അത് ആക്ച്വേറ്റ് ചെയ്യിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, സിസ്റ്റത്തിലേക്ക് നമ്മളൊരു റൊട്ടേറ്റിംഗ് മെമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യിപ്പിക്കുക. സാധാരണ നോർമൽ പൊസിഷൻ ഓഫ് എയർ പില്ലറ്റ് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന പോലെയായിരിക്കും. ഈ സമയത്ത് പില്ലറ്റ് നമ്മളെന്ത് ചെയ്യും, സിഗ്നൽ ആറ്റ് ചെയ്ത് പില്ലറ്റ് പോർട്ട് വൈ എന്ന ഇതിലാണ് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സാധാരണ എക്സോസ്റ്റിലേക്കാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക പില്ലറ്റ് വാൽവ്. ഓക്കെ, ഇതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രഷറിൽ ഓയിൽ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. അതുകൊണ്ട് പ്രഷർ അപ്ലൈ ചെയ്യണതുകൊണ്ട് എന്ത് ചെയ്യും, ഹൈഡ്രോളിക് സിലിണ്ടർ ഇതെന്ത് ചെയ്യും, കണക്റ്റ് ആവും. അങ്ങനെ എന്ത് ചെയ്യും, ഹൈഡ്രോളിക് സിലിണ്ടർ എക്സോസ്റ്റായിട്ട് എന്ത് ചെയ്യും, ഹൈഡ്രോളിക് വാൽവ് വഴി ഇത് കണക്ട് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഇൻവേർഡ് സ്ട്രോക്ക് കിട്ടുക. ഇനി അതുപോലെ തന്നെ ക്യാമിൻ്റെ ആക്ഷൻ കൊണ്ട് പില്ലറ്റ് വാൽവിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ പില്ലറ്റിൻ്റെ സിഗ്നൽ നമ്മൾ സാധാരണ പില്ലറ്റ് പോർട്ടിൽ എക്സ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യുക. അതുകൊണ്ട് ഹൈഡ്രോളിക് വാൽവിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് സെക്കൻഡ് പൊസിഷനിലേക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് ഹൈ ഓയിൽ പ്രഷർ ബ്ലാങ്കിൻ്റെ, അതായത് ഹൈഡ്രോളിക് സിലിണ്ടറിന് അറ്റത്തായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, റോഡ് ബാക്കിലോട്ട് മൂവ് ചെയ്യും. ഇതാണ് ന്യൂമാറ്റിക് ഹൈഡ്രോളിക് വാൽവ് എയർ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ്. ഓക്കെ, ഇത് പഠിച്ചിരിക്കണം. അടുത്താണ് ഇലക്ട്രോ ന്യൂമാറ്റിക് സിസ്റ്റം. നമ്മൾ ഓൾറെഡി മെയിൻ ഇൻഡസ്ട്രിയൽ ഇതിൽ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. കഴിഞ്ഞതിൽ ഒരു സോളിനോയിഡ് വാൽവ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ സാധാരണ ഇലക്ട്രോ ന്യൂമാറ്റിക് കൺട്രോൾ നമ്മൾ സാധാരണ അതിൽ കാണപ്പെടാം ഒരു ഇലക്ട്രിക്കൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യുക ന്യൂമാറ്റിക് പവർ സിസ്റ്റം വെച്ചിട്ടായിരിക്കും. അതിൽ കുറേ സോളിനോയിഡ് വാൽവ് കാണപ്പെടും. അതുപോലെ തന്നെ ന്യൂമാറ്റിക് സിസ്റ്റത്തിന് ഇലക്ട്രിക് സിസ്റ്റത്തിന് ഇടയിലാണ് സാധാരണ സോളിനോയിഡ് വാൽവ് ഒക്കെ കാണപ്പെടുക. അതുപോലെ തന്നെ സെൻസർ, ഫീഡ്ബാക്ക് എലമെൻറ്റ്, അതുപോലെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ എന്ത് ഇതിൽ കാണപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് വായിക്കിയത് പ്രോഗ്രാമർ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. സാധാരണ ഇലക്ട്രോ ന്യൂമാറ്റിക് ടിക്സ് ഫുൾ ഇലക്ട്രിക്കലായിട്ട് ന്യൂമാറ്റിക് സിസ്റ്റത്തിന് വർക്ക് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇതിൽ നമ്മൾ കുറച്ച് ഇലക്ട്രിക്കൽ ഡിവൈസസ് യൂസ് ചെയ്യും ഫ്ലൂയിഡ് കൺട്രോൾ ചെയ്യാൻ, ഫ്ലൂയിഡ് പവർ കൺട്രോൾ ചെയ്യാൻ. അതിലൊന്നാമത്തെയാണ് പുഷ് ബട്ടൺ കാണപ്പെടും, ലിമിറ്റഡ് സ്വിച്ച് കാണും, പ്രഷർ സ്വിച്ച് കാണപ്പെടും, സോളിനോയിഡ് കാണപ്പെടും, അതേപോലെ തന്നെ റിലേ കാണപ്പെടും, ടൈമർ.
അതുപോലെ സെൻസേഴ്സ്. ഇനി എവിടെയൊക്കെയാണ് ന്യൂമാറ്റിക്സിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ? ഇതോടുകൂടി ചാപ്റ്റർ കഴിയാണ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കാണപ്പെടും, മാനുഫാക്ചറിങ്ങിൽ കാണപ്പെടും, അതർ ആപ്ലിക്കേഷൻ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കണം എന്താണ് ഹൈഡ്രോ ന്യൂമാറ്റിക് സിസ്റ്റം, എന്താണ് എയർ ഓയിൽ റിസർവോയർ. ഓക്കെ, ഇത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. ബാക്കിയൊക്കെ ഒന്ന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തോടുകൂടി 4ാമത്തെ മോഡിൽ കഴിയുകയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ.